ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തോരം പ്രശ്നങ്ങളല്ലേ, എന്തോരം സങ്കടങ്ങളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ഒരു പ്രശ്നം തീരുമ്പോഴേക്കും അടുത്ത പ്രശ്നം വന്നുകൊണ്ടിരിക്കുക. ഒരു സ്വസ്ഥതയില്ല ജീവിതത്തിന്, ഒരു സമാധാനവും ഇല്ല. ഒരു പ്രശ്നം അങ്ങോട്ട് തീരുമ്പോഴേക്കും ദൈവം എന്നെ അടുത്ത ഒരു പ്രശ്നം. കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥനയുണ്ട്, ഒരു കുരിശ് തീരുമ്പോൾ മറ്റൊരു കുരിശ് വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയല്ലേ? എന്തോരം സഹനങ്ങളുടെ നടുവിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കണേ, എന്തോരം പ്രശ്നങ്ങളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്. വല്ലപ്പോഴും ഒന്ന് സ്വസ്ഥതയോടെ കിടന്നുറങ്ങാൻ പറ്റണ്ട, ഒന്ന് സന്തോഷിക്കാൻ പറ്റണ്ട. ജീവിതം ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്നറിയോ? തകർന്നു പോകരുത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് പ്രശ്നങ്ങൾ. പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഒരു കുഞ്ഞു കുട്ടിക്ക് തൊട്ട് പ്രശ്നങ്ങളാ, ഇത് മരിക്കണ വരെ പ്രശ്നങ്ങളാ. എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളുടെ നടുവിൽ തകർന്നു പോകാൻ തുടങ്ങിയ അതിന് മാത്രം നേരം ഉണ്ടാവുള്ളൂ. കരയാൻ തുടങ്ങിയ അതിന് മാത്രം നേരം ഉണ്ടാവുള്ളൂ. ഇനി ജീവിക്കണ്ടെന്ന് തോന്നിയ അതിന് മാത്രം നേരം ഉണ്ടാവുള്ളൂ. എന്തോരം പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിലും ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഈ പ്രശ്നങ്ങളുടെ നടുവിൽ ജീവിക്കുമ്പോഴും ചിന്തിക്കേണ്ട കാര്യം ഇതാ: എൻ്റെ ദൈവം ഉണ്ട് എൻ്റെ കൂടെ. എൻ്റെ ദൈവം എന്നെ വഴി നടത്തിക്കോളും. എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എത്രമാത്രം വലുതാണെങ്കിലും, ചങ്ക് പൊടിയണ വേദനയുണ്ടെങ്കിലും, കരഞ്ഞ് കണ്ണ് കലങ്ങുമ്പോഴും, അതരം വിറയ്ക്കുമ്പോഴും, ജീവിതത്തിൽ ഇനിയൊരു പ്രത്യാശ ഇല്ലാണ്ട് നിൽക്കുമ്പോഴും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? എൻ്റെ ദൈവം ഉണ്ട് എൻ്റെ കൂടെ. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ആ കുരിശിൽ കിടക്കണ തമ്പുരാൻ എന്നെ നോക്കിക്കോളും. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക, സങ്കടങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോഴും ചിന്തിച്ചോളണം, എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന്. ദൈവത്തെ ചേർത്ത് പിടിച്ചവർ ജീവിതത്തിൽ തോറ്റുപോയിട്ടില്ല. ദൈവത്തെ സ്നേഹിച്ചവർ ജീവിതത്തിൽ തോറ്റുപോയിട്ടില്ല. എൻ്റെ സ്നേഹം നിറഞ്ഞവരെ, പ്രശ്നങ്ങൾ എന്തും ആയിക്കോട്ടെ, തകർന്നു പോകുന്നു തോന്നിക്കോട്ടെ, ചങ്ക് പെടയണ വേദന ഉണ്ടായിക്കോട്ടെ, ഈശോ ഉണ്ട് കൂടെ. ഈശോ ഉണ്ട് കൂടെ. അതിൽ മാത്രം വിശ്വസിക്ക്. എൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ എന്നെ കൈവിടാത്തൊരു ദൈവം ഉണ്ടെന്ന് ചിന്തിക്ക്. ഇത്രയും നാൾ ജീവിച്ചില്ലേ, എന്തോരം പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നേ, എന്തോരം സങ്കടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നേ. എന്നിട്ട് ദൈവം നമ്മളിങ്ങനെ പൊന്നുപോലെ കൊണ്ടു നടക്കണില്ലേ? ഇനിയും പ്രശ്നങ്ങളുണ്ടാകും, ഇനിയും സങ്കടങ്ങളുണ്ടാകും, ഇനിയും ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? എൻ്റെ ദൈവം എന്നെ കൊണ്ടു നടന്നോളും. എന്തെല്ലാം സങ്കടങ്ങളുടെ നടുവിലും എൻ്റെ ദൈവം എന്നെ കൊണ്ടു നടന്നോളും. എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ദൈവം എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ടെന്ന് ചിന്തിക്ക്. പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് ചിന്തിക്ക്. സ്നേഹം നിറഞ്ഞവരെ, ഈ പ്രസംഗിക്കണ എൻ്റെ ജീവിതത്തിലുണ്ട് ഇഷ്ടം പോലെ സങ്കടങ്ങൾ, ഇഷ്ടം പോലെ നൊമ്പരങ്ങൾ. ഈ നൊമ്പരങ്ങളുടെയും സങ്കടങ്ങളുടെയൊക്കെ നടുവിൽ ഞാൻ എന്താണ് ചെയ്യണമെന്നറിയോ? തമ്പുരാൻ്റെ മുന്നിൽ പോയിരിക്കും. ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇങ്ങനെ കയ്യിലെടുത്തിട്ട് പിടിച്ചിട്ട് തമ്പുരാൻ്റെ മുന്നിലേക്ക് നീക്കിയിട്ട് പറയും: ദൈവമേ, എൻ്റെ പ്രശ്നങ്ങളായത്, എൻ്റെ സങ്കടങ്ങളായത്, ഇതൊന്ന് ചേർത്ത് പിടിക്കാൻ, ഇതിൽ നിന്ന് എനിക്കൊരു വഴി പറഞ്ഞു തരാൻ. എന്തെല്ലാം പ്രശ്നങ്ങളുടെ നടുവിലും ദൈവം ഇങ്ങനെ എന്നെ പൊതിഞ്ഞു പിടിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില പ്രശ്നങ്ങളുടെ നടുവിൽ തകർന്നു പോകുന്നു തോന്നും, പക്ഷെ ദൈവം കൈവിടില്ല. ദൈവം ഇങ്ങനെ ചേർത്ത് പിടിക്കും. ദൈവം ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ട് കൊണ്ടുപോകും. ചില പ്രശ്നങ്ങൾ ഒത്തിരി വലുതായിരിക്കും, ഒത്തിരി സങ്കടങ്ങൾ തോന്നും, പക്ഷെ അനുഭവങ്ങൾ ഉണ്ടാകും. എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കണവരെ, ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. തകർന്നു പോകരുത്. തകർന്നു പോയാൽ നിന്റെ ജീവിതത്തിന് ഉയർച്ച ഉണ്ടാവില്ല. അവിടെ ചിന്തിക്കേണ്ട കാര്യം എന്തെന്നറിയോ? എൻ്റെ ദൈവം എന്നെ താങ്ങിക്കൊള്ളും. ഒത്തിരി നാൾ കാത്തിരിക്കേണ്ടി വരും ചില പ്രശ്നങ്ങൾ മാറാൻ, ചില സങ്കടങ്ങൾ മാറാൻ ഒത്തിരി നാൾ കാത്തിരിക്കേണ്ടി വരും. അപ്പോഴും ചിന്തിക്കുക, വിശ്വാസം കൈവിടരുത്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ ദൈവം എന്നെ വഴി നടത്തിക്കോളൂന്ന് ചിന്തിക്കുക. എൻ്റെ ദൈവം എനിക്കുണ്ടെന്ന് ചിന്തിക്കുക. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം ഉണ്ടെന്നറിയോ? ഈ ഉണക്കക്കൊമ്പിലൊക്കെ ഇരിക്കണ പക്ഷികളുണ്ട്. ആ പക്ഷികളെ നോക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ ഉണക്കക്കൊമ്പൊന്ന് ഒടിഞ്ഞാൽ ആ പക്ഷികൾ താഴെ വീഴും. പക്ഷെ ഇതുവരെ ഒരു പക്ഷി ഉണക്കക്കൊമ്പ് ഒടിഞ്ഞ് മരിച്ചിട്ടില്ല. കാരണം എന്താണെന്നറിയോ? ആ പക്ഷികൾ ആശ്രയിക്കുന്നത് ആ ഉണക്കക്കൊമ്പിലല്ല, അവൻ്റെ ചിറകിലാണ് അവർ ആശ്രയിക്കുക. അവർക്കറിയാം എത്ര ഉണക്കക്കൊമ്പാണെങ്കിലും വീഴാതെ എൻ്റെ ചിറക് നോക്കിക്കോളുന്ന്. എൻ്റെ സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൽ എന്തോരം പ്രശ്നങ്ങളുടെ നടുവിലാണ് ജീവിക്കണമെങ്കിലും ചിന്തിക്ക്, എൻ്റെ ദൈവം എന്നെ നോക്കിക്കൊള്ളുന്നു.
എൻ്റെ ദൈവം എന്നെ പൊതിഞ്ഞു പിടിച്ചോളുന്ന്, എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് ആശ്രയിക്കേണ്ടത് ദൈവത്തിലാ. പ്രശ്നങ്ങളുടെ നടുവിൽ കരഞ്ഞ് കരഞ്ഞ് കണ്ണ് കലങ്ങുമ്പോൾ, ചങ്ക് പെടയുമ്പോൾ, ഇനി ആരും ഇല്ല എന്ന് ചിന്തിക്കുമ്പോൾ, ഒരാൾ സഹായത്തിനില്ലാത്ത അവസ്ഥകൾ കടന്നു വരുമ്പോൾ ഓർത്തിരിക്കുക, എൻ്റെ ദൈവം കുരിശിൽ കിടക്കുന്നുണ്ട്, ആ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന്, ആ ദൈവം എന്നെ പൊതിഞ്ഞു പിടിച്ചോളുന്ന്. പ്രശ്നങ്ങളെ നോക്കി തകർന്നു പോകരുതിട്ടാ. ചങ്ക് പടയുന്ന വേദനകൾ ഉണ്ടാകുമ്പോൾ വേദനിച്ച് കരയരുത്, എഴുന്നേക്കണം. ദൈവം ഉണ്ട് കൂടെ, ദൈവം സഹായിക്കും, ദൈവം ചേർത്ത് പിടിച്ചോളും. ആമേൻ.